2 ദിവസം കഴിഞ്ഞാൽ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ കരുതി എന്തെങ്കിലും ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം, സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ ഇവിടെ തൊട്ടടുത്ത ഷോപ്പിൽ നിന്ന് ഒരു ബ്രെഡും വാങ്ങിച്ചിട്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിന്നപ്പോൾ ബ്രെഡ് അങ്ങനെ ഫ്ലോപ്പായിപ്പോയി. കാരണം അത് ഒരു അധികം വലിപ്പമില്ലാത്തൊരു ബ്രെഡായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ പ്ലാൻ അങ്ങനെ സക്സസ് ആയില്ല. എങ്കിലും ഞാനത് വിട്ടില്ല കേട്ടോ. അതിനു വേണ്ടി സവാള പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കുകയും ചെയ്ത് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഗരം മസാലയും കുറച്ച് പാകത്തിന് ഉപ്പും ഇട്ട് പിന്നെ ഒരു കോഴിമുട്ടയും 2 ഉരുളക്കിഴങ്ങും ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ബ്രെഡ് ഇങ്ങനെ ഒരു പത്തിരി പലകമ്മല എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക. ബ്രെഡിൽ കുറച്ച് വെള്ളം പരട്ടിയിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിനുള്ളിലൊന്ന് റോളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ സംഭവം. ഇതിൽ ചിക്കൻ വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാനിപ്പോൾ തൽക്കാലം ചിക്കൻ ഇല്ലാത്ത കാരണം ഒരു എഗ്ഗ് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാം. കാരണം ഇത് എങ്ങനെ ഫ്ലോപ്പ് ആവരുതല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണത് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. കാര്യം കാണാനും അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. ഇത് എഗ്ഗ് വെച്ചിട്ട് തന്നെ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ചിക്കൻ വെച്ചാൽ ഒന്നും കൂടിയും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അതുണ്ടാക്കുന്നിടയിൽ ചെക്കൻ അവിടെ നല്ല കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനതൊക്കെ അവിടെ ഇട്ടിട്ട് പോയി. പിന്നെ ബാക്കി മോളും കൂടി ഉണ്ടാക്കിട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ബ്രെഡ് എടുത്തിട്ട് അവൾ കോഴിമുട്ട വെച്ച് പൊരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് വന്നു, അവൻ്റെ കരച്ചിലൊക്കെ മാറി വന്ന് നോക്കുമ്പോഴേക്കും ഇവിടെയൊക്കെ ടേബിളുമ്പോൾ ചായയൊക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് സോസ് കൂട്ടി കഴിക്കായിരുന്നു. സാധനം നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. ചിക്കൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെക്കാളും സൂപ്പർ ടേസ്റ്റ് ആവും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതിൽ സ്പെഷ്യൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. പിന്നെ അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ എടപ്പാളിൽ പോയിട്ടുണ്ടായിരുന്നു. എടപ്പാളിൽ വിശാൽ മാർട്ട് കണ്ട് പുതിയൊരു ഷോപ്പുണ്ട്. അപ്പോൾ അതിൽ കയറി നമുക്ക് അത്യാവശ്യം പർച്ചേസ് ചെയ്യാം, എല്ലായിടത്തും വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് കയറിയതാണ്. പക്ഷേ കഷ്ടപ്പാടെന്ന് പറയട്ടെ, അതിനുള്ളിൽ എല്ലാ സ്ഥലത്തും എത്തിച്ചിട്ടുണ്ട് വീഡിയോ നോട്ട് അലൗഡ് എന്ന്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ എന്നിട്ട് തന്നെ അറിയാത്ത സ്റ്റാർട്ടിങ് തന്നെ അവിടെ നിന്ന് ഓണാക്കി വന്ന അതേ വീഡിയോ ഇങ്ങനെ ആരും കാണാത്ത രീതിയിൽ കയ്യിലൂനെ പിടിച്ചിട്ടാട്ടോ ഇത്രയെങ്കിലും ഞാൻ എടുത്തത്. നല്ല ഓഫറുണ്ട്, പേഴ്സുകളും എല്ലാ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഓഫറുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. രാത്രിയാണ് ഞങ്ങൾ പോയത് തന്നെ. അപ്പം തന്നെ ഷോപ്പ് ക്ലോസ് ചെയ്യാൻ അയക്കണം. പക്ഷേ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങളങ്ങനെ എടുത്ത് കുറച്ചൊക്കെ ഒന്ന് കാണുകയും ചെയ്തിട്ട് അങ്ങനെയുണ്ട് പോകുന്നു. മുകളിലേക്കൊന്നും പോയിട്ടില്ല കേട്ടോ. മുകളിലാണ് കുറേ ജെൻസിൻ്റെ ഡ്രസ്സും അതുപോലെ തന്നെ കുറേ ഐറ്റംസൊക്കെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഐറ്റംസൊക്കെ മുകളിലാണ് കേട്ടോ. താഴെ കുറേ ഡ്രസ്സുകളും മാത്രമാണ് നമുക്ക് കണ്ടത്. പിന്നെ എനിക്കും ബാക്ക് പെയിനുള്ള കാരണം ഞാൻ വല്ലാണ്ട് കറങ്ങാനൊന്നും പോയില്ല. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് അധികമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ കൂടുതൽ ഞാൻ നടക്കാനൊന്നും പോയില്ല. മോനെ തന്നെ മോളും മോനും കൂടിയിട്ടാണ് അവനെ എടുത്തത്. കാരണം അവനെടുത്ത് നടക്കാനെന്നൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു.